വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത്. ദറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. അപ്പോൾ നമുക്കറിയാം, ഒരു സിംഗിൾ ചാർജ് ആണെങ്കിൽ ക്യൂ എന്നുള്ള ചാർജ് ഇരിക്കുകയാണെങ്കിൽ ആർ അകലത്തിൽ ഇരിക്കുന്നൊരു പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q/R നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. Now we are considering a system of charges Q1, Q2, Qn with position vectors R1, R2, etc. Rn relative to some origin. Refer this diagram. നോക്കൂ, Q1 എന്നുള്ള ചാർജ് അവിടെ നിന്നുള്ള പോയിൻ്റാണ് പി, അവിടേക്കുള്ള ദൂരമാണ് R1P. യു ഇമാജിൻ Q2, Q3, Q4, Q5 എത്ര വേണമെങ്കിൽ ചാർജ് ആയിക്കോട്ടെ, ആ ചാർജിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസുകൾ ഓരോന്ന് ഡിഫറൻ്റ് ആണ്. R1P, R2P, R3P ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ആണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ചാർജുകളെല്ലാം കൂടി ഈ പി എന്നുള്ള പോയിന്റ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നമ്മുടെ ഇക്വേഷൻ? പൊട്ടൻഷ്യൽ V1 അറ്റ് പോയിന്റ് P ഡ്യൂ ടു Q1, അതായത് Q1 എന്നുള്ള ചാർജ് കൊണ്ട് പി എന്നുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്തായി മാറും? V1 is equal to 1/4πε0 Q1/R1P. This distance, what is R1P? It is the distance between Q1 and P. Similarly, V2 at P due to Q2 and V3 due to Q3. അങ്ങനെ കണ്ടുപിടിക്കാം. Q2 എന്നുള്ള ചാർജ് ഇവിടെയാണ്, പി എന്നുള്ള പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ V2 is equal to 1/4πε0 Q2/R2P. Similarly, what will be V3? 1/4πε0 Q3/R3P. V4 ഇങ്ങനെ ഇതേപോലെ എഴുതാം, 1/4πε0 Q4/R4P. അപ്പോൾ യു ആർ ഇമാജിൻ n ചാർജസ്. അപ്പോൾ എങ്ങനെ വരും? The total potential at P due to a total charge configuration is the algebraic sum of potentials due to individual charges. ഓരോ ചാർജ് കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ V1, V2, V3 ഇതിൻ്റെ എല്ലാം കൂടി സമ്മായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന ആകെ പൊട്ടൻഷ്യൽ. V is equal to V1 plus V2 plus V3 plus etc. up to Vn. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോ ടേമുകളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0 Q1/R1P, അതേപോലെ ഈ ടേം അങ്ങനെ സോ മെനി ടേംസ്. ഇതിലെല്ലാം കോമൺ ആയത് എന്താ? 1/4πε0 കോമൺ ആണ്. ബ്രാക്കറ്റിനകത്ത് Q1/R1P പ്ലസ് Q2/R2P പ്ലസ് etc. Qn/RnP. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമുക്ക് സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ ഡയറക്ഷൻ നോക്കാതെ പൊട്ടൻഷ്യൽ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഇതെല്ലാം തന്നെ പോസിറ്റീവ് ചാർജാണ്, അതുകൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ സമ്മും ആഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാത്തിൻ്റെയും കൂടി സമ്മ് ജസ്റ്റ് എടുത്താൽ മതി. അതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ്. ഓക്കെ, ഇനി പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ട 1-2 കാര്യം കൂടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, for a uniformly charged spherical shell, electric field outside the shell is as if the entire charge is concentrated at the center. നമ്മൾ കഴിഞ്ഞ ലെസണിൽ, ഒന്നാമത്തെ ലെസണിൽ ഗോസ് തിയറത്തിൻ്റെ അവസാനത്തെ ആപ്ലിക്കേഷനിൽ പഠിച്ചാണ്. ഒരു യൂണിഫോംലി ചാർജ് സ്ഫെറിക്കൽ ഷെല്ലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഷെല്ലിൻ്റെ അകത്തുള്ളത് ഇൻഡിക്കേഷൻ 1/4πε0 Q/R² എന്നൊക്കെ കിട്ടിയത്. അത് ഏതുപോലെ തന്നെയാണ് ആ ഷെല്ലിൻ്റെ മുകളിലുള്ള ചാർജ് കംപ്ലീറ്റ് ആയിട്ട് ആ സെൻറ്ററിൽ ഇരിക്കുന്ന അതേ ഒരു ഇക്വേഷൻ തന്നെയാണ് കിട്ടുക. അപ്പോൾ അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ. എങ്കിൽ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്തായിരിക്കും? നമുക്കറിയാം, പൊട്ടൻഷ്യൽ ഔട്ട്സൈഡ് ദ ഷെല്ലാണെങ്കിൽ V is equal to 1/4πε0 Q ആണ് അതിൻ്റെ ഷെല്ലിനകത്തുള്ള മൊത്തം ചാർജ് എങ്കിൽ ഷെല്ലിൻ്റെ മൊത്തം ചാർജ് ഡിവൈഡഡ് ബൈ R ആണ്. വട്ട് ഈസ് R എന്ന് പറയുന്നത് ആ സെൻട്രൽ നിന്ന് നമ്മൾ ഷെല്ലിൻ്റെ പുറത്തെടുത്തിരിക്കുന്ന P എന്നുള്ള പോയിന്റിലേക്കുള്ള അകലമാണ്. സോ R is greater than or equal to capital R, where capital Q is the total charge on shell and capital R is the റേഡിയസ്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷൻ നോക്കും. അപ്പോൾ അതൊരു സ്ഫെറിക്കൽ ഷെല്ലാണ്. ഇതിനകത്ത് കുറേ ചാർജ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. Q എന്നുള്ള സ്മോൾ ചാർജുകളെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ എല്ലാ ചാർജുകളും ചേർന്നാണ് ക്യാപിറ്റൽ Q എന്ന് വിചാരിക്കുക. അപ്പോൾ ക്യാപിറ്റൽ Q is equal to Q+Q+Q അല്ലേ? ടോട്ടൽ Q is equal to NQ. അപ്പോൾ നമുക്ക് P എന്നുള്ള ഈ ഷെല്ലിൻ്റെ അകത്തായിട്ടുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടുത്തെ 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ പ്രകാരം നമ്മൾ മനസ്സിലായ ഒരു സ്ഫെറിക്കൽ ഷെല്ലിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ പഠിക്കും? VP is equal to 1/4πε0 NQ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ്, ഇതിൻ്റെ മൊത്തം ചാർജ് ഡിവൈഡഡ് ബൈ R.
ഞാൻ n പുറത്തേക്ക് എടുത്തു, n × 1/4πε0 Q/r. ഇത് ഒരു ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യലാണ് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു NV. അപ്പോൾ നമുക്കിത് മൊത്തം ചാർജ് കൺസീവ് ചെയ്ത് വിചാരിക്കുക Q എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെ വരിക? Vp ഈസ് ഈക്വൽ ടു 1/4πε0 Q/r. അതായത് ഇതിൻ്റെ മൊത്തം ചാർജ് ക്യാപിറ്റൽ Q ആണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് r ആണെങ്കിൽ, ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇത് ഏതുപോലെയാണ്? ആ സെയിം ആസ് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ് അല്ലേ? സർഫസിൽ ഉള്ള പൊട്ടൻഷ്യൽ ആണ് ആക്ച്വലി ഇത്. Vp ഈസ് ഈക്വൽ ടു 1/4πε0 Q/r. അത് തന്നെയാണ് നമുക്ക് എവിടെയായാലും കിട്ടണത്. ഈ P എന്നുള്ള ഏറ്റവും ഇന്നർമോസ്റ്റ് ഉള്ള പോയിന്റിൽ കിട്ടുന്നത് ഇതേ പൊട്ടൻഷ്യൽ തന്നെയാണ് കിട്ടുക. Vp ഈസ് ഈക്വൽ ടു NV എന്നുള്ളതാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്ഫെറിക്കൽ ഷെല്ലിനകത്തായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നും അത് കോൺസ്റ്റൻ്റ് ആണ്. ഏത് ഇതിന് ഈക്വലാണ്? ഈ സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെ ഈക്വലാണ്. സർഫസിൻ്റെ പുറത്തേക്ക് പോകുന്തോറും സ്മോൾ r കൂടുന്നു, അതുകൊണ്ട് പൊട്ടൻഷ്യൽ കുറയുന്നു എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്ഫെറിക്കൽ ഷെല്ല് വിചാരിക്കുക. അത് V ആണ്, ഇത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 0 മുതൽ ഈ r, ഇത് സർഫസ് ആണ്, ക്യാപിറ്റൽ R വരെ എൻ്റെ റേഡിയസാണ്. ഇത്രയും ഭാഗത്ത് ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതായത് ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ട്, അതേ പൊട്ടൻഷ്യലിന് ഇവിടെ എല്ലായിടത്തുള്ള പൊട്ടൻഷ്യൽ സെയിം ആണ്. സർഫസിലുള്ള പൊട്ടൻഷ്യൽ തന്നെയാണ് ഈ സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ. പക്ഷേ ഇവിടെ എന്തില്ല? ഇവിടെ ഫീൽഡ് 0ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. അതായത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ഇവിടുത്തെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്, ഫീൽഡ് 0 ആണ്. ഇനി നോക്കൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ സർഫസിൽ നിന്ന് പിന്നെ അങ്ങോട്ട് അങ്ങനെ ഡിസ്റ്റൻസ് കൂടും തോറും എന്ത് സംഭവിക്കും? പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. അതിനെന്താ നമ്മുടെ ഇക്വേഷൻ? V ഈസ് ഈക്വൽ ടു 1/4πε0 Q/r ആണ്. അപ്പോൾ r കൂടുന്നതിനനുസരിച്ച് V കുറഞ്ഞു കൊണ്ടേ വരും. ഇതാണ് ഈ ഗ്രാഫ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ്. അപ്പോൾ പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒരു സ്ഫെറിക്കൽ ഷെല്ലിനകത്തുള്ള പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്, ഫീൽഡ് 0 ആണ്. ഷെല്ലിൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെയാണ് സർഫസിൻ്റെ ഉള്ള പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും, 1/4πε0 Q/r. പിന്നെ അതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. ഇനി എന്താണ് സീറോ പൊട്ടൻഷ്യൽ? സീറോ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ എന്താ? ഈ ഒരു സിറ്റുവേഷൻ എടുക്കൂ. A എന്നുള്ള ഒരു പോയിന്റ്, B എന്നുള്ള പോയിന്റ്, ഇതിൻ്റെ ചാർജ് +Q, ഇതിൻ്റെ ചാർജ് -Q. കറക്റ്റ് സെൻറ്ററാണ് വിചാരിക്കുക. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് P? Vp എന്തായിരിക്കും? സിമ്പിളാണല്ലോ, 1/4πε0 Q/ ഇത് മൊത്തം ഡിസ്റ്റൻസ് 2a ആണ്, ഇതൊരു ഡൈപോളാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്തായിരിക്കും? 1/4πε0 Q/a പ്ലസ് 1/4πε0 -Q/a is equal to 0. So P is a zero potential point. ഈ ഭാഗത്തുള്ള പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അപ്പോൾ ഒരു ഡൈപോളിൻ്റെ സെൻറ്ററിൽ വരുന്ന പൊട്ടൻഷ്യൽ, ഡൈപോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അതിൻ്റെ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ എന്തായാലും 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി നോക്കൂ, ഇഫ് ചാർജസ് ആർ ഓഫ് ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ്, ഡൈപോളിൻ്റെ ചാർജുകൾ ഒരേ മാഗ്നിറ്റ്യൂഡാണ്, അത് +Q ആണെങ്കിൽ മറ്റത് -Q ആണ്. പക്ഷേ ഓപ്പോസിറ്റ് ഉള്ള സൈനുകളാണെങ്കിലും ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഈ സീറോ പൊട്ടൻഷ്യൽ എവിടെ ആവാം? ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, ഒരു പക്ഷേ പുറത്തേക്കും ആവാം. അതായത് ഇതിൻ്റെ അകത്ത് കറക്റ്റ് സെൻറ്റർ ആയിക്കണമെന്നില്ല, സെൻറ്റർ ആണെങ്കിൽ കൃത്യമായിട്ട് ഡൈപോളായിരിക്കണം, അല്ല അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആവാം, അല്ലെങ്കിൽ ഇത് പുറത്തും ആവാം എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇഫ് ചാർജസ് ആർ ഓഫ് ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ, സീറോ പൊട്ടൻഷ്യൽ പോയിൻറ്റ്സ് മേ ബി ഇൻ ബിറ്റ്വീൻ ദ ചാർജസ് ഓർ ഔട്ട് സൈഡ്. ഈ ചാർജിൻ്റെ ഉള്ളിലായിട്ട് എവിടെയെല്ലോ അല്ലെങ്കിൽ പുറത്തുമായിട്ട് ആയിരിക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നോക്കൂ, 2 പോയിൻ്റ് ചാർജസ് 3 × 10⁻⁸ കുളം ആൻഡ് -2 × 10⁻⁸ കുളം. രണ്ട് മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്, സൈൻ ഓപ്പോസിറ്റ് ആണ്, ഡൈപോൾ അല്ല. ആർ ലൊക്കേറ്റഡ് 15 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. At what points on the line joining two charges is the electric potential 0? Take potential at infinity to be 0. നമ്മൾ അറിയുന്ന കാര്യം, ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ നമ്മുടെ ഡയഗ്രാം എങ്ങനെ വരിക? ഇതാണ് ഒരു ചാർജ്, അതിൻ്റെ A, രണ്ടാമത്തെ ചാർജ് B, -2 × 10⁻⁸, ഇതിനുള്ള മൊത്തം ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ. നമുക്ക് P എന്നുള്ളതിൻ്റെ എവിടെയോ ഒരു പോയിന്റ്, സെൻറ്ററിന് ആയിക്കൊള്ളുന്നില്ല, P എന്നുള്ള പോയിന്റ് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ ഒരു പോയിൻ്റാണ്. എയിൽ നിന്ന് Pയിലേക്കുള്ള അകലാണ് X. അപ്പോൾ ബാക്കി ഡിസ്റ്റൻസ് എന്തായിരിക്കും? 15 - X ആയിരിക്കും. എന്താ അറിയാം നമുക്ക്? എന്താ പറഞ്ഞിരിക്കുന്നത്?
അതായത് അറ്റ് വാട്ട് പോയിന്റ്സ് പൊട്ടൻഷ്യൽ ഈസ് സീറോ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ പൊട്ടൻഷ്യൽ സീറോ ആണ്. അതായത് എ എന്നുള്ള പോയിന്റ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ബി ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും, അതായത് ഒന്ന് പോസിറ്റീവ് ചാർജ് ഒന്ന് നെഗറ്റീവ് ചാർജ് ആയിരുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ സീറോ ആയിരിക്കും. അപ്പോൾ വി പി ഇസ് ഈക്വൽ ടു വി എ പ്ലസ് വി ബി ഇസ് ഈക്വൽ ടു സീറോ. ഇങ്ങനെ വി എ കാണാം 1/4πε0 ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 3 × 10⁻⁸ ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് എക്സ് ഇൻറ്റു സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് മീറ്ററിലേക്ക് ആക്കി ഇൻറ്റു 10⁻² പ്ലസ് രണ്ടാമത്തെ ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ 1/4πε0 -2 × 10⁻⁸ ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് 15 - x ഇൻറ്റു 10⁻² ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ ഒരേ ലൈക്ക് ടേംസ് ഉണ്ട്. 1/4πε0 രണ്ട് ഭാഗത്തുണ്ട്, 10⁻⁸ രണ്ട് ഭാഗത്തുണ്ട്, 10⁻² ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ക്യാൻസൽ ചെയ്യുന്നത് കൊണ്ട് റിമൈനിങ് ടേംസ് പറയുന്നത് എന്തായിരിക്കും? 3/x പ്ലസ് -2/15 - x ഈസ് ഈക്വൽ ടു 0. ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 3/x ഈസ് ഈക്വൽ ടു 2/15 - x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 45 - 3x is equal to 2 into x. So 45 is equal to 5x or x is equal to 9 cm. അപ്പോൾ ഈ 9 cm അതായത് ഇവിടെ നിന്ന് എയിൽ നിന്ന് 9 cm അപ്പോൾ ബാക്കി ഇവിടെ എത്ര ഉണ്ടായിരിക്കും? ഇവിടെ 6 cm. ഈ ഒരു പോയിന്റിലാണ് പൊട്ടൻഷ്യൽ സീറോ ആവുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ മാത്രമല്ല സീറോ ആവാനുള്ള സാധ്യത, പുറത്തേക്കും സാധ്യതയുണ്ട്. എങ്ങനെയായിരിക്കും സാധ്യത പരിശോധിക്കുക? ഡയഗ്രം നോക്കൂ. ഈ ഡയഗ്രം ഒന്നുകൂടി വേറെ തരത്തിൽ തന്നെ വരച്ചു. 3 × 10⁻⁸ -2 ഇത് മൊത്തം ഡിസ്റ്റൻസ് 50. അതൊക്കെ പ്രോബ്ലത്തിൽ തന്നതാണ്. ഇനി നമ്മൾ പി എന്നുള്ള പോയിന്റ് ഈ ഭാഗത്തായിട്ട് എടുക്കുന്നു, ഔട്ട്സൈഡ് ദീസ് 2 ചാർജസ്. അപ്പോൾ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 15 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? x - 15. ഇത് മൊത്തം എക്സ്, അതിൽ നിന്ന് 15 കുറച്ചാൽ ഈ ഡിസ്റ്റൻസ് ആണ് x - 15. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന് കാണണം, ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിന് കാണണം. മൊത്തം പൊട്ടൻഷ്യൽ സീറോ ആണ്. സിമിലർ നേരത്തെ പോലെ വി ബി ഈക്വൽ ടു വി എ പ്ലസ് വി ബി. എന്താ വരിക? വി എ ഈക്വൽ ടു 1/4πε0 3 × 10⁻⁸ ബൈ ഈ ഡിസ്റ്റൻസ് ഇവിടെ എയിൽ നിന്ന് പിയിലേക്കുള്ള അകലം x ഇൻറ്റു 10⁻² പ്ലസ് ഈ ചാർജ് കൊണ്ട് 1/4πε0 ഇൻറ്റു -2 × 10⁻⁸ ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് x - 15 × 10⁻² ഈസ് ഈക്വൽ ടു 0. നേരത്തെ ചെയ്ത പോലെ ഒരേപോലെ ടേംസുകളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ 3/x ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് മാറ്റി. സോ 2/x - 15 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 3x - 45 is equal to 2x. So x is equal to 45 cm എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസിലും 45 cm ഉള്ള ഈ ഒരു പോയിന്റിലും അതേപോലെ ഇവിടെയുള്ള 9 cm എന്നുള്ള രണ്ട് പോയിന്റിലും പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0 ആണ്. ഇങ്ങനെയുള്ള കേസിൽ അതായത് ഇവിടെ ചാർജുകൾ ഡിഫറൻറ്റ് സൈനാണ്, പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ -2 ആയതുകൊണ്ട് അത്തരം പ്രോബ്ലംസ് ചെയ്ത് പരിശീലിക്കുക. ഇനി വേറെ ഒരു പ്രോബ്ലം കൂടി, റെഗുലർ ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ്സ് ഒരേപോലെയുള്ള ലെങ്ത്തുള്ള വശം, ഒരേ സൈഡുകളുടെ ലെങ്ത്ത് ഈക്വലാണ്. അങ്ങനെയുള്ള ഒരു റെഗുലർ ഹെക്സഗൻ്റെ സൈഡ് 10 cm ആണ്. അതിലൊരു ചാർജ് ഇരിക്കുകയാണ് ഇവിടെ 5 cm. ആസ് എ ചാർജ് ഓഫ് 5 cm അറ്റ് ഈച്ച് ഓഫ് ഇറ്റ്സ് വെർട്ടീസസ്. ഓരോ വെർട്ടീസസിലും 5 മൈക്രോകൂളം ചാർജ് ഇരിക്കുക ഓരോതിലും. കാൽക്കുലേറ്റ് ദി പൊട്ടൻഷ്യൽ ദി സെൻറ്റർ ഓഫ് ദി ഹെക്സഗൺ. ഇതിൻ്റെ ഏറ്റവും സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. നമ്മളിത് അങ്ങോട്ട് ഡയഗണൽ വരച്ചു. ഇതൊക്കെ റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് ഈ സൈഡുകളൊക്കെ ഈക്വലാണ്. എല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് 10 cm ആണ്. ഇത് 10 ആണ്, 10 ആണ്, 10 ആണ്. ഇങ്ങനെ ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് കുറേ എന്ത് കിട്ടി? ട്രയാങ്കിൾസ് കിട്ടി. ഇതൊക്കെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസാണ് വരിക. ഒക്കെ തന്നെ ഇത് 10 ആയതുകൊണ്ട് ഇത് 10 ആണ്, ഇത് 10 ആണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ഡയഗണലിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് ഇത് 10 ആണ്, ഇത് 10 ആണ്, എല്ലാം തന്നെ 10 എന്ന് പറഞ്ഞാൽ ഈ ചാർജിൽ നിന്ന് ഈ പി എന്നുള്ള പോയിന്റിലേക്കുള്ള അകലങ്ങളൊക്കെ തന്നെ എന്താണ്? 10 cm ആണ്, 10 cm ആണ്. അപ്പോൾ നമുക്ക് സിസ്റ്റം ഓഫ് ചാർജസ് തന്നെ ഇവിടെ 6 ചാർജുകളുണ്ട്. ഓരോ ചാർജ് കൊണ്ടും പി എന്നുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. എന്താണ് ചെയ്താൽ മതി? എല്ലാം ഒരേ ടൈപ്പ് ചാർജാണ്, ഒരേ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 6 തവണ എടുക്കുന്നതിന് പകരം 6 × 6 × 1/4πε0 q/r എന്ത് വരും? 6 × 1/4πε0 വാല്യൂ 9 × 10⁻9 ആണ്. ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് 5 മൈക്രോകൂളമാണ്. സോ 5 × 10⁻6 ഡിവൈഡഡ് ബൈ ദൂരം എന്ന് പറയുന്നത് 10 × 10⁻2 ആണ്. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 2.7 × 10⁻6 വോൾട്ട്. ഓക്കെ, സിമിലർ സിറ്റുവേഷൻ കൂടി കൺസിഡർ ചെയ്യാം. അത് കഴിഞ്ഞാൽ അതിൻ്റെ പി ആയി 4 ചാർജുകൾ എടുത്തിരിക്കുന്നു. ക്യൂ ഒരു സ്ക്വയറാണ്. അതിൻ്റെ ഏറ്റവും സെൻട്രലുള്ള പി എന്നുള്ള പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടെത്തണമെങ്കിൽ ഇതിൻ്റെയൊക്കെ സൈഡുകൾ ഏന്നാണ് വന്നിരിക്കുന്നത്, വാല്യൂ അല്ല ഏന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ
ആർ എന്നുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള മാർഗ്ഗം എന്താ? ഇത് മൊത്തം എ ആണ്, അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഹാഫാണ് a/2. അതുപോലെ ഈ ഡിസ്റ്റൻസ് എ ആണ്, അപ്പോൾ അതിൻ്റെ ഹാഫാണ് a/2. നമുക്ക് വേണ്ടത് എന്താ? ആറാണ്. ഇത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് തിയറം പ്രകാരം r = √of this square plus this square, that is a/2 whole square plus a/2 whole square. ഇത് വരും a²/4 കിട്ടും. a/√2 എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് a/√2 ആണ്. സോ Vp = how many charges are here? 4 charges. So 4 into 1/4 q/r equal to 4 into 1/4 q/r ന് പകരം എന്ത് കൊടുത്താൽ മതി? a/√2 ആണ്. അത് മുകളിലേക്ക് പോകുമ്പോൾ *√2. അപ്പോൾ ഇത്തരം കേസുകളൊക്കെ തന്നെ ചെയ്യുന്ന വിധമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രോബ്ലംസ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ പറഞ്ഞ ഈ പൊട്ടൻഷ്യൽ സീറോ ആവുന്ന പ്രോബ്ലമാണ് ഫസ്റ്റ് എക്സസൈസ് പ്രോബ്ലം. അതൊക്കെ ചെയ്ത് പരിശീലിക്കാം. ഓക്കെ.